ഇവിടെ ഒരുത്തിയാണെങ്കിൽ മോള് ഗർഭിണിയാണെന്ന ഒരു ചിന്തയില്ലാതെ വേറൊരുത്തിയുടെ പിന്നാലെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും മോഹിനിയുടെ വയറ്റിൽ പറഞ്ഞു തന്നെയല്ലേ നീയും? അവരെ പറ്റി ഒന്നും പറയണ്ട. അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ പിന്നെ ഇനി അത് നമ്മളായിട്ടുണ്ടാക്കേണ്ട കാര്യം എന്താ? പിന്നെ ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. എന്താ? ഇനി കോടതിയിൽ കേസ് നടത്തുമ്പോ കണ്ണേട്ടനും എന്റെ അമ്മായിയൊക്കെ നഷ്ടപരിഹാരം വേണ്ടാന്ന് പറഞ്ഞാലും വേറൊരാള് അത് ആവശ്യപ്പെടും. ആ എനിക്കറിയാം. അവളല്ലേ ആ മഞ്ജു. അവൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവളെ കൊണ്ട് ചോദിപ്പിക്കും. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവളുടെ ഭർത്താവ് ആ ശാഗർ. അവരുടെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആരാ? നഷ്ടപരിഹാരം കിട്ടാൻ ഇപ്പൊ മറ്റാരെക്കാളും താല്പര്യം ഉണ്ണിയേട്ടനാ. ഉണ്ണിക്കുട്ടനോ? ആ അതെ. അയാള് അതെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇത്രയൊക്കെ അവന് കൊടുത്തിട്ടും എന്റെ ദൈവമേ. മുത്തശ്ശി എന്താ ആലോചിക്കുന്നത്? അല്ല മോളെ, ഞാൻ ഉണ്ണിയെ പറ്റി ആലോചിക്കായിരുന്നു. ശരിക്കും ഉണ്ണിക്കുട്ടൻ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടോ? അത് അയാൾ എന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. അതുകൊണ്ട് ആരൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും അങ്ങേര് വേണോന്ന് കോടതി പറയും. അവനെവിടെ ഉണ്ടോ? വീട്ടില്? ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാനൊന്ന് വേഷം മാറിയിട്ട് വരാം മോളെ. എനിക്ക് ഉണ്ണിക്കുട്ടനെ ഒന്ന് കാണണം. എന്തിനാ അയാളെ കാണുന്നത്? വെറുതെ ഒന്ന് കാണണം. പിന്നെ ദുർഗയും കണ്ണനും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ താണു വീണ് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയുകയും ചെയ്യാലോ. ഞാൻ ഇപ്പൊ വേഷം മാറിയിട്ട് വരാം. നീ ഇതൊക്കെ തൂത്തു തുടക്കാതെ എങ്ങോട്ടടി ഓടിപ്പോയത്? മോള് എന്നെ ഒന്ന് കാണാൻ വന്നാണ് ദുർഗ. ദേ, ഇവിടെ നീ ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യരുത്. ഇവരുടെ അടുത്ത് പോയാലേ നീ അടുത്ത ബോംബുമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ദുർഗെ, എന്റെ മോൾ ആകെ കോലം കെട്ടുപോയി. ഈ സമയത്ത് ഇവള് നല്ല പ്രസരിപ്പോടെ ഇരിക്കേണ്ടതാ. ഇവളും നിങ്ങളും പ്രസരിപ്പോടെ ഇരുന്നാലേ ബാക്കിയുള്ളവരുടെ പ്രസരിപ്പ് പോവും. എനിക്ക് ഉണ്ണി ഒന്ന് കാണണമായിരുന്നു ദുർഗെ. എന്തിനാ അവനെ കാണുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. റിമാൻഡിന്റെ കാലാവധി കഴിയുമ്പോ 2 എണ്ണവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ആ സമയത്തെ മകളെ കാണണമെന്നും പറഞ്ഞ് അവൻ ഇങ്ങോട്ട് വരരുത്. ആ പ്രതാപൻ വന്നാലേ അവൻ പൊള്ളിയ മുഖവുമായിട്ട് തിരിച്ചു പോകത്തുള്ളൂ. അവനിനി ഇങ്ങോട്ട് വരാനുള്ള ധൈര്യമൊന്നും കാണത്തില്ല ദുർഗെ. അവൻ പുറത്തിറങ്ങിയാലും അധികകാലമൊന്നും പുറത്തു നിൽക്കത്തില്ല. അവനെയും വാമദേവനെയും ആയുഷ്കാലം ഇനി അകത്ത് കിടത്തുവെന്ന് പ്രതിജ്ഞ ചെയ്തേക്കുക കണ്ണനും അനന്തും ഒക്കെ.